അധികാലത്ത് ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം അങ്ങേക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ വിശുദ്ധ ദിവസത്തിൽ തിരുവാലയത്തിൽ ഞങ്ങൾക്ക് സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെട്ട് ദൈവത്തെ ആരാധിപ്പാൻ കൃപയേകിൽ ഓർത്ത് നന്ദിയോടെ സ്തോത്രം കരേറ്റുന്നു. ആരാധനയുടെ എല്ലാ ഒരുക്കങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ നിർവഹിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധനയുടെ മഹത്വത്തോടെ സ്വീകരിക്കുകയും ഞങ്ങളെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിച്ച് കൃപയോടെ നിറയ്ക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം മഹത്വം ഏറ്റെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 29ാമത്തെ ഗീതം ഗായക സംഘത്തോട് ചേർത്ത് പാടാം. 29ാം ഗീതം. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തുതിലിത്താനികൾ ആരാധനക്രമം 4-ാം പുറം 2-ാം ഭാഗം. സ്തുതിലിത്താനികൾ 2-ാം ഭാഗം 4-ാം പുറം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും തിരുമുമ്പിലും ബലവും ശോഭയും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ഞാനോ അങ്ങയുടെ കൃപയുടെ മഹത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവ എന്നെ വിളിച്ചു, എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കും ഇതേ വർദ്ധിരിക്കുന്നതുപോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കർത്താവേ, എന്റെ അധരങ്ങളിൽ തുറക്കണമേ, എന്നാൽ എന്റെ വായിൽ അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഖനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയത്തോടും സ്വർഗീയ കൃപാസനത്തിൽ നമ്മുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും ഏറ്റു പറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിക്കാം. മൗന പ്രാർത്ഥന ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ നമുക്ക് ഉണരാം.
എത്ര ശ്രേഷ്ഠമായി ദൈവം നമ്മെ അനുദിനം പരിപാലിച്ച് നടത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചിന്തയിലും പ്രേരണയിലും നമ്മുടെ പ്രവൃത്തിയിലും വന്നുപോയ എല്ലാ ബലഹീനതകളെയും കുറവുകളെയും നമുക്ക് ഉണർന്ന് നമ്മോട് കരുണ കാണിച്ച് നമുക്ക് ക്ഷമയേകുന്ന ദൈവത്തോട് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. അനുതാപ ഹൃദയത്തോടുകൂടെ ആരാധനക്രമത്തിൽ 10-ാം പുറത്ത് കാണുന്ന രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10-ാം പുറം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരുദ്ധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങേ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ക്രിസ്തേശുവിലൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാവഴി കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥം നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചു വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്മകൾക്കായും സംരക്ഷണയ്ക്കായും സൗഖ്യത്തിനായും ദൈവകൃപയ്ക്കായും വിടുതലിനായും നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരാധനക്രമത്തിൽ 17-ാം പുറത്തുള്ള സ്തോത്ര നിത്യാനിതനായിട്ട് ഉപയോഗിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകലാദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴിനടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശിക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യതകൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി സാമൂഹ്യ നീതിക്കും അതിഥിയുടെ വിമോചനത്തിനും അവസരയുടെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ കൃപ സഹാവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ വെച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും ചേർന്ന് പ്രാർത്ഥിക്കാൻ. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അതിരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനം തിരുമുമ്പാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തേക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള ദൈവ വചനം. ലോകത്തിലെങ്ങും
ലൂക്കോസ് 19-ാം അധ്യായം 11 മുതൽ 24 വരെ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിന് സമീപം എത്തിയിരുന്നത് കൊണ്ടും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർ വിചാരിച്ചിരുന്നത് കൊണ്ടും ഒരു ഉപമ കൂടി പറഞ്ഞു. കുലീനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വിചാരിച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 മിന നൽകി. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരും അവനെ വെറുത്ത് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ച് അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്നറിയിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തു എന്ത് നേടിയെന്ന് അറിയേണ്ടതിന് അവരെ വിളിക്കുവാൻ കൽപ്പിച്ചു. ഒന്നാമത്തൻ അടുത്തു വന്ന്, കർത്താവേ, നീ തന്ന മീന കൊണ്ട് 10 മീന കൂടെ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, കൊള്ളാം, നല്ല ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണങ്ങൾക്ക് മേൽ വിചാരകനായിരിക്കുക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്ന, കർത്താവേ, നീ തന്ന മീന കൊണ്ട് 5 മീന കൊണ്ട് സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണങ്ങൾക്ക് മേൽ വിചാരകനായിരിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്ന, കർത്താവേ, ഇതാ നിന്റെ മീന, ഞാൻ ഇത് ഒരു തൂവാലയിൽ പൊതിഞ്ഞു വച്ചിരുന്നു. നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായ കൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വാക്കുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്നെ അറിയുന്നവല്ലോ. ഞാൻ വന്ന് എന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങേണ്ടതിന് അത് പണവ്യാപാരികളെ ഏൽപ്പിക്കാതിരുന്നത് എന്ത്? പിന്നെ അവൻ അടുത്ത് നിൽക്കുന്നവരോട്, ആ മിന അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 മിന ഉള്ളവന് കൊടുക്കുകയും എന്ന് പറഞ്ഞു. നിൽക്കവേ തന്നെ ആരാധനക്രമത്തിൽ 20-ാം പുറത്തുള്ള കൽപ്പനകളുടെ ചുരുക്കം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. കർത്താവായ യേശു തന്റെ ഉപദേശത്തിൽ അരുളി ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത്, കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിപ്പാൻ സഹായിക്കണമേ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ആരാധനക്രമത്തിൽ 22-ാമത്തെ പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തിൽ കഷ്ടപ്പെട്ട് ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാനോട് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപഭോജനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തിൽ നമ്മുടെ മുഴങ്കാലുകളെ മടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. So
പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെട്ട് ഈ നാളുകൾ കർത്താവേ പരിമിതമായ എണ്ണത്തിൽ തിരുവാലയത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ തന്ന ദൈവകൃപയ്ക്കായിട്ടുള്ള സ്തോത്രം. ജനമല്ലാതിരുന്ന ഞങ്ങളെ അവിടുന്ന് ജനമാക്കി തീർത്തു. ദൈവകൃപയുടെ തണലിൽ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ചു. അവകാശങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്കും അവിടുന്ന് പകർന്നു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ജനമായി ഈ ദേശത്ത് വസിപ്പാൻ ദൈവം കൃപേകനായി സ്തോത്രം. ഈ ദേശത്ത് വസിക്കുന്ന ദൈവത്തിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഈ സ്ഥാനത്ത് വന്ന് ഈ ദൈവാലയത്തിൽ, ഈ പ്രാർത്ഥനാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും നല്ല സാക്ഷ്യ വഹിക്കാനും അച്ചടക്കമുള്ള ഒരു തലമുറയായി ദൈവത്തിൽ നിന്നുള്ള ദാനങ്ങളോടും കൃപകളോടും സംരക്ഷണയോടും അനുഗ്രഹത്തോടും കൃപയോടും കൂടെ വളരാനും ഇന്നയോളം ദൈവം സഹായിച്ചുകൊണ്ട് സ്തോത്രം. നല്ല കർത്താവേ, ദേശത്ത് നല്ല സാക്ഷ്യമുള്ളവരായി തുടർന്നും ദൈവനാമഹത്വത്തിനായി ദൈവം കാലാകാലങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ശുശ്രൂഷകളും നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവപ്രസാദം നേടുവാൻ, അതിലൂടെ ദൈവം ഒരുക്കുന്ന ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഏവർക്കും കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവാലയത്തിൽ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങൾക്ക് ചുമതല വഹിക്കുന്ന കപ്പ്യാർമാർ, മൈക്ക് ഓപ്പറേറ്റർ, കൊയർ മാസ്റ്റർ, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി എല്ലാവരുടെ മേലും പകരണമേ. ഈ നാടുകളിൽ ശാരീരികമായിട്ടുള്ള ബലഹീനതയുള്ള ദാനം കപ്പ്യാർക്ക് വേണ്ടിയും കൊയർ മാസ്റ്റർ ശ്രീ റോബർട്സിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ അവർ നിറയ്ക്കുകയും സൗഖ്യം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. കർത്താവേ, സഭയുടെ വിവിധങ്ങളായ സംഘടനകൾക്കായും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഗായക സംഘത്തിനായും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം വഹിക്കുന്നവർ പ്രാർത്ഥനയോടുകൂടെ കർത്താവെ നേതൃത്വം കൊടുത്ത് അതിലൂടെ വരും തലമുറ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം കൃപയേകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ അവസരത്തിൽ 2018, 21 കാലഘട്ടത്തിലേക്ക് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് സഭയിൽ നിയോഗിതരായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റിയ സഭയിലെ കമ്മിറ്റിക്കായിട്ട് ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. അവിടെ നല്ല പ്രവർത്തനവും സേവനവും സഭയുടെ ആത്മീകമായ ഭൗതികമായ വളർച്ചയ്ക്കും പുരോഗതിക്കും സാക്ഷ്യത്തിന് കാരണമായി തീരാൻ ദൈവം സഹായിച്ചുകൊണ്ട് സ്തോത്രം. അവരെല്ലാം അവിടുന്ന് കുടുംബമായി തന്നെ അനുഗ്രഹിക്കുകയും നന്മകളാൽ കൃപകളാൽ സമ്പന്നമാക്കിയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തരുണത്തിൽ താൽക്കാലിക ഇടവ കമ്മിറ്റിയായിട്ട് പ്രവർത്തിപ്പാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായും സ്തോത്രം. അവിടെ പ്രവർത്തനങ്ങൾ ഈ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് കൃപയേകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവകൃപയോട് എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അതിശ്രേഷ്ഠമായ നിലയിൽ കർത്താവെ ഞങ്ങളോട് അവിടുന്ന് മനസ്സറിഞ്ഞ് കഴിഞ്ഞ ഈ രോഗവ്യാപനത്തിന്റെ മധ്യേ ആർക്കും ഒരു അനർത്ഥമുണ്ടാകാതെ രോഗം കർത്താവ് പിടിപെട്ടവരെയും ദൈവം സംരക്ഷിച്ച് അത്ഭുതകരമായി അവിടുന്ന് വഴി നടത്തിയത് കൊണ്ട് സ്തോത്രം. ദൈവമല്ലാതെ അവർക്ക് മറ്റാരും സഹായത്തിന് ഇല്ലായിരുന്നു. ദൈവം അവർക്ക് കൂട്ടായിരുന്നു. ദൈവമുഖം ദർശിച്ച് ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം, സൗഖ്യം കർത്താവെ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് കൃപ ചെയ്യുന്നുണ്ട് സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അപ്രകാരം ഉണ്ടായ രോഗബാധിതരായി കർത്താവെ വേദനയോ സങ്കടമോ ഭാരമോ ഒന്നും ഉണ്ടാകാതെ വേണം ദൈവമെല്ലാം സംരക്ഷിച്ചുകൊണ്ട് നന്ദിയപ്പ. ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിച്ചത് കൊണ്ട് സ്തോത്രം. ഇനിയും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി, സാക്ഷ്യം വഹിക്കുന്ന ഒരു സമൂഹമായി കർത്താവ് വളരുവാനും മുന്നേറുവാനും ദൈവമേ അവിടുന്ന് കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയും കരുതലും കൂടെ നടത്തുന്ന കൃപകളോർത്ത് നന്ദിയോടെ സ്തോത്രം. വാർദ്ധക്യത്തിന് മാതാപിതാക്കളെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ.
കർത്താവെ, രോഗബാധിതരായി പല നിലകളുടെ ചികിത്സയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം അവിടെ മേൽ വെക്കണമേ. അടിപ്പിളരാനുള്ള സൗഖ്യം അവിടെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന രമണി എന്ന മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രകാശ് എന്ന പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശോഭനകുമാരി എന്ന പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെല്ലാം തൊടുകയും സൗഖ്യമാക്കുകയും അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ കരുണ ധാരാളമായി കൂടെ വേണ്ടുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഈ നാടുകളിൽ വിവിധ നിലകളിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോക്ക്ഡൌൺ കാലഘട്ടത്തില് കർത്താവെ പലതരത്തിലെ പ്രതിസന്ധികൾ അനുഭവിച്ച് സാമ്പത്തികമായി വളരെയേറെ തകർന്നും ബുദ്ധിമുട്ടിയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് തൃക്കൺ പാർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. സന്തോഷത്തോടെ അവിടുന്ന് പരിപാലിക്കുന്നതോട് സ്തുതിക്കുന്നു. കർത്താവെയും ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവത്താൽ ധാരാളമായ അനുഗ്രഹം പ്രാപിക്കുന്നതിലൂടെ ഞങ്ങളുടെ ദൈവാലയവും കർത്താവൻ അനുഗ്രഹത്തോടും വികസന പ്രവർത്തനങ്ങളിലും വളർച്ചയുടെ പാതയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവ കൃപയെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കൃഷികാര്യാദികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പലതരമുള്ള ബിസിനസ്സുകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിർമ്മാണ തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തകത്തും പുറത്തുമൊക്കെ നാടുകളിൽ ജോലി ചെയ്യുന്നവരെയും പഠിക്കുന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യസുരക്ഷാ വകുപ്പിലൊക്കെ പ്രവർത്തിക്കുന്നവരെ ദൈവകൃപയോടെ കാത്തു പരിപാലിക്കണം പ്രാർത്ഥിക്കുന്നു. സകല ദോഷവും പോക്കി അങ്ങ് വിടുവിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫറിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഡോക്ടർ സുജാത സ്റ്റീഫന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് പ്രിയ മകളുടെ മേൽ പകരുകയും ഇവിടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവിടെ നിറവേറ്റിച്ചണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാവരോടും തിരുകൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാടുകൾ അനുഗ്രഹത്തിന്റെ നാടുകളായി തീർന്നൊക്കെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് നല്ല വിജയം അവിടുന്ന് കൊടുക്കണമേ. മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നതിന്റെ മക്കളോട് കൂടി ഇരിക്കണമേ. കർത്താവ് ഉന്നതമായ വിജയത്തോടുകൂടെ ആഗ്രഹിക്കുന്ന ഉപരിപഠനത്തിന് അവസരം ദൈവം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാക്ടിക്കൽ പരീക്ഷകൾ എഴുതുന്ന എല്ലാവരോടും തിരുകൃപ കൊടുത്ത് വഴി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ. ഭവന നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി സ്തോത്രം. പുതുക്കി ഭവനങ്ങൾ പണിയുന്നവർക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് കർത്താവെ അതിന്റെ പൂർത്തീകരണം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപയേക്ക് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണ കൂടെ ഉള്ളതിനായി സ്തോത്രം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതം കെട്ടുറപ്പുള്ളതായി തീരാൻ ഉണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് നാളുകളിൽ വിവാഹ ആലോചനകളുമായി മുന്നോട്ട് പോകുന്നവർക്ക് നല്ല ആലോചനകളെ കൊടുത്ത് ദൈവം കൃപയോടെ നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇവിടുത്തെ കരുണയും കരുതലും കൃപയും കൂടെ ഉള്ളതിനായി സ്തുതിക്കുന്നു. കർത്താവ് പഠനം പൂർത്തീകരിച്ച് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്കായി അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലോട് സഫലമാക്കുകയും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു മക്കളെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ബാലാരിഷ്ടത വിടുവിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് വളരാൻ സഹായിക്കണമേ. കർത്താവ് നാളിൽ ഗർഭിണികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഗർഭവരെയും അവിടുന്ന് കാത്തുകൊണ്ടേ പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിനും മയക്കുമരുന്നിന് അടിമകളായി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവം അതിൽ നിന്ന് അവരെ വിടുവിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറ ആഗ്രഹിച്ച് നാളുകൾ പ്രാർത്ഥിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് തലമുറകളെ കൊടുത്ത് അങ്ങ് അവരെ അനുഗ്രഹിക്കാൻ മതിയായവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവകൃപയോടെ അവിടുന്ന് കാത്തുകൊള്ളണമേ. അവിടുത്തെ കരുണയാൽ എല്ലാവരും നിറയ്ക്കണമേ. ജീവിതത്തിൽ നാളുകൾ ചെങ്കടൽ പോലുള്ള കർത്താവെ പലതരത്തിലെ പ്രതിസന്ധികൾ നേരിടുന്നവരും മാറായ പോലുള്ള കൈപ്പുള്ള അനുഭവങ്ങളോടുകൂടി ജീവിക്കുകയും പലതരത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് സഹായം. അവിടുന്ന് വിടുതന്റെ കർത്താവായിട്ട് ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ദൈവം ഞങ്ങളോട് കൂടെ ഉള്ള കൃപയ്ക്കായി സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതപ്പ. ദൈവം അവിടെ തന്നെ ഞങ്ങൾക്ക് സഹായം സംഗീതമായിരുന്നു. ഇന്നോടെ മഴയടത്തി വരുന്ന എല്ലാ കൃപകളായി ഓർത്ത സ്തോത്രം. ഈ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നല്ല സാക്ഷ്യം ഈ സഭയ്ക്ക് ഈ ദേശത്ത് വഹിപ്പാൻ ദൈവം ഇന്നോളം സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഈ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഇടവകളെയും ശുശ്രൂഷകരെയും പുതിയ ചുമതലക്കാരായിട്ട് നാടുകളിൽ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ട് ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്ന ദാസരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ മഹായുടെ വരിക്കായി അഭിമന്യ ബിഷപ്പിനായി കർത്താവിനെ നേതൃത്വം വഹിക്കുന്നവർക്കായി എല്ലാ പട്ടക്കാർക്കായി ശുശ്രൂഷകർക്കായി നന്ദി പറയുന്നു. ദൈവകൃപയും അനുഗ്രഹവും ധാരാളമായിട്ട് പകരണമേ.
നാളുകൾ ട്രാൻസ്ഫർ വെച്ച് വിവിധ ചുമതലക്കാരായി വിവിധ ഇടങ്ങളിൽ കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളെ അവിടുന്ന് കൃപയോടെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് കരുണയോടില്ലാതെ അടയ്ക്കണം. എല്ലാ ഇടവുകളെ അവിടുന്ന് കരങ്ങളിൽ തരുന്നു. സമാധാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, കെട്ടുറപ്പോടുകൂടെ, കൂട്ടായ്മയോടുകൂടെ കർത്താവിന് സാക്ഷി വയ്പ്പാൻ തക്കവണ്ണം ദൈവം അവിടെ തുണയുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും ആവശ്യമായ എല്ലാ ദൈവകൃപയും തന്ന് അനുഗ്രഹത്തോടെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സംസ്ഥാനം, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹം ധാരാളമായിട്ട് പകരണമേ. കർത്താവെ മഹാവ്യാധിയിൽ നിന്ന് ഞങ്ങളെല്ലാം വിടുവിപ്പാൻ മതിയായവൻ വിശ്വസിക്കുന്നപ്പ അവിടെ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാശത്തും ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാം വ്യാപനം ഉണ്ടാകുമെന്നുള്ള ആശങ്കയുടെ മധ്യയായിരിക്കുന്നു. അതൊന്നും ഞങ്ങളെ കർത്താവെ ബാധിക്കാതെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്നൊരു വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയും പോക്കി ഞങ്ങളെ വിടുവിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവകൃപയാ ഞങ്ങളെ കാത്തുകൊള്ളണം. ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ കർത്താവിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിക്കണം പ്രാർത്ഥിക്കുന്നു. തിരുസന്നി ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ കാഴ്ചകളും നേർച്ചകളും വഴിപാടുകളും അവിടെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നടക്കുന്ന എല്ലാ കമ്മിറ്റികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സകലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം. എല്ലാത്തിലൂടെ ഞങ്ങളുടെ നാമപ്പെടുവാൻ കർത്താവിനോട് തുണയണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. മഹത്വം ഏറ്റെടുക്കണം. ദൈവകൃപയും പരിപാലിക്കണം. ശുശ്രൂഷകരായ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ദൈവകൃപയും തരണം. ബലഹീന അടിയും കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ദേശത്ത് വന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവ അവസരം തന്നതിനായി സ്തോത്രം. തുടർന്ന് തിരിഹിതത്തിനായി സമർപ്പിക്കുന്നു. തിരിഹിതം പോലെ കൂടെ നടത്തി അനുഗ്രഹിക്കണം. മഹത്വം ഏറ്റെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരിയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം തരണമേ. ഞടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളും ക്ഷമിക്കണമേ. ഗവേഷികളെത്താ സന്തോഷം വിടിവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങുള്ളതല്ലോ. ആമേൻ. ഈ അവസരം ഗായക സംഘം ഒരു പ്രത്യേക ഗാനം പാടുന്നതാണ്. അവസരത്തിന് സ്തോത്ര വഴിപാട് മേശമേൽ അർപ്പിക്കാവുന്നതാണ്. ഈ ആരാധനയിൽ നേർച്ചകളായി അർപ്പിച്ചിരിക്കുന്നത് ചാരുബെഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നേർച്ച അർപ്പിച്ചിരിക്കുന്നത് ആർക്കിടെക്ട് KG മാണി ആൻഡ് ഫാമിലി. മിഷണറി പ്രവർത്തനങ്ങൾക്കായി നേർച്ച അർപ്പിച്ചിരിക്കുന്നത് സ്റ്റീഫൻസൺ വിക്ടർ വില്ല, J. റോബർട്ട് രാഗം, രാജേഷ് റോബർട്ട് ആൻഡ് ഫാമിലി രാഗം, റവറൻഡ് ഡോക്ടർ LJ സാംജീസ് ആൻഡ് ഫാമിലി പാഴ്സണേജ്. പൂർ ഫണ്ടിലേക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത്
Rodian Deaconess Victor Villa, Shobha Samjis Kochama Parsamage, Vijaya Robert Deaconess Ragam, Karthik and Rohit Just Nivas, മറ്റ് നേർച്ചകളായി അർപ്പിച്ചിരിക്കുന്നത് ദശാംശ കാണിക്ക അർപ്പിച്ചിരിക്കുന്നത് പുഷ്പാബായി റീജ ഭവൻ, റോബിൻസൺ കോയർ മാസ്റ്റർ DR നിവാസ്, ഷിബു ആൻഡ് ഫാമിലി ഏദൻ ഹൗസ് കമുകറ, റിയ റജി അയാൻ രാജ റീജ ഭവൻ, ഭവന നിർമ്മാണ കാണിക്കയായി അർപ്പിച്ചിരിക്കുന്നത് സന്തോഷ് കുമാർ ചിറ്റാലക്കോട്, ഷാനി ഷാലു ഉഷസ്, ദശാംശ വഴിപാട് അർപ്പിച്ചിരിക്കുന്നത് ദാനം കപ്യാർ, പ്രത്യേക സ്തോത്ര വഴിപാട് അർപ്പിച്ചിരിക്കുന്നത് അനൂപ സാംജീസ് പാഴ്സണേജ്, ജോഫി സാംജീസ് പാഴ്സണേജ്, റവറൻഡ് അനീഷൽ സുജൻ ആൻഡ് ഫാമിലി പാഴ്സണേജ്, പ്രത്യേക പ്രാർത്ഥനയ്ക്കായി TK രാജമ്മ രാഗ്, പ്രൊമോഷൻ ലഭ്യമാകുന്നതിനും തുടർന്ന് സ്ഥലം മാറ്റം ലഭ്യമായി തീരുന്നതിനു വേണ്ടി സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ സുജന സ്റ്റീവൻ ജസ് നിവാസ്, ജന്മദിന വഴിപാടുകൾ അർപ്പിച്ചിരിക്കുന്നത് ജോബ് W ചെരുവിള, J സ്റ്റാർലിൻ കോളശ്ശേരി, ഡോളി ആൻഡ് ഡീക്കനസ് വിക്ടർ വില്ല, ഡാൻസ് ലെഡ് ബൈ DR നിവാസ്, വിവാഹ വാർഷിക കാണിക്കൽ അർപ്പിച്ചിരിക്കുന്നത് ശ്രീ ആൻഡ് ശ്രീമതി സ്റ്റീഫൻസൺ വിക്ടർ, ഡോളി ആൻഡ് ഡീക്കനസ് വിക്ടർ വില്ല. വരുന്ന ആഴ്ചക്കാലം ജന്മദിനം ആഘോഷിക്കുന്നവർ ആഷ്ജിൻ ഡേവിഡ് കോട്ടേജ്, സോണിയ റോൺസൺ ഹോളി ഹിൽ, അരുൺ VS കല്ലയം, അപ്പു അകത്തോട്ടുകോണം, മനു കണ്ണനിക്കോണം, ജയസുമംഗല മിഥുൻ ഭവൻ, ശ്യാമ റോസാർ. പ്രിയമുള്ളവർക്ക് സഭയുടെ എല്ലാ ജന്മദിനാശംസകളും ദൈവകൃപകളും നേർന്നുകൊള്ളുന്നു. ഈ നേർച്ചകളെയും കാഴ്ചകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കൃപയോടെ കടാക്ഷിച്ച് വഴി നടത്തുകയും ചെയ്യുന്ന നല്ല ദൈവമേ, വീണ്ടും തിരുവാലയത്തിലേക്ക് കൂടി വരുവാൻ ആരാധന മധ്യത്തിൽ നേർച്ചകളായും മാസോര സ്തോത്രമായും മറ്റു വഴിപാടുകളുമായി തിരുസന്നിധിയിൽ ഞങ്ങളെ വിനയപ്പെടുത്തുവാൻ അവിടുന്ന് കൃപയൊരുക്കിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ കൃപാകടാക്ഷം തുടർന്നും കൂടിയിരിക്കണമേ. ഓർഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്കായും മിഷണറി പ്രവർത്തനങ്ങൾക്കായും നേർച്ചകൾ അർപ്പിച്ച എല്ലാവരെയും ശുദ്ധീകരിക്കണമേ. അനുഗ്രഹിച്ച് ഞങ്ങൾക്കും നന്മകൾ പ്രാപിപ്പാൻ കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചാര്യവഞ്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നേർച്ച അർപ്പിച്ച കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. കൃപയോടെ അവിടുന്ന് കടാക്ഷിച്ച് ബലപ്പെടുത്തിയാലും ഉപജീവന മാർഗത്തിലൂടെ ലഭ്യമായ നന്മ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ ദശാംശ വഴിപാടുകളായി അർപ്പിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെയും അവിടുന്ന് കൃപയോടെ കരുതി വഴി നടത്തണമേ. പഠന സംബന്ധമായ ഉയർച്ച നൽകി കുടുംബ സംബന്ധമായി സമാധാനവും അനുഗ്രഹവും പ്രദാനം ചെയ്തു. തലമുറക്കാരുടെയും ഞങ്ങളുടെ പ്രിയമുള്ളവരുടെയും യാത്രകളിൽ ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തി നന്ദിയോടെ നന്മയോടെ സ്തോത്രത്തോടെ തിരുസന്നിധിയിലേക്ക് വഴിപാടുകൾ അർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവിടുന്ന് തുടർന്നും കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമേ. ആയുസ്സിൻ്റെ എവിടെയവൻ പുതിയ വയസ്സിലേക്ക് പ്രവേശിപ്പാനും പുതിയ കുടുംബ വർഷത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടെ വിനയപ്പെടുവാൻ പ്രിയ കുടുംബങ്ങളെ അവിടുന്ന് ശക്തീകരിച്ചല്ലോ. തുടർന്ന് വിശ്വാസ ജീവിതത്തിൽ നല്ലവനും വല്ലഭനുമായ കർത്താവിൻ്റെ കരം പിടിച്ചു മുന്നേറുവാൻ കൃപ പകരണമേ. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉയർച്ചകളും
അതിലൂടെ ഞങ്ങൾക്ക് ഭവനവുമായി പോയി വരത്തക്ക രീതിയിൽ അടുത്ത് തന്നെ ഉപജീവന മാർഗത്തിൽ ഒരു നന്മ ലഭ്യമായി തീരണമേ എന്ന് പ്രാർത്ഥനയോടായിരിക്കുന്ന പ്രിയ കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് ശക്തീകരിച്ചാലും ബലപ്പെടുത്തിയാലും മാസോരി സ്തോത്രത്തെയും അവിടുന്ന് വാഴ്ത്തണമേ. ഈ നേർച്ചകളെയും കാഴ്ചകളെയും വാഴ്ത്തി അനുഗ്രഹിച്ചാലും ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള നന്മ എന്നും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കൃപയേകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരസ്യങ്ങളായി സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ: വരുന്ന ഞായറാഴ്ചയും ഗവൺമെന്റ് നിർദ്ദേശങ്ങളനുസരിച്ച് 7, 8, 9 എന്നീ സമയക്രമങ്ങളിൽ ആരാധനകൾ ആലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. വരുന്ന ഞായറാഴ്ച 7 മണിക്ക് പങ്കെടുക്കേണ്ടുന്നത് 4, 5, 6 വാർഡിൽ വരുന്നവർക്കാണ്. 1, 2, 3 എന്നീ വാർഡുകാർക്ക് 9 മണിക്കായിരിക്കും വരുന്ന ഞായറാഴ്ച ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. 4, 5, 6 എന്നീ വാർഡുകാർക്ക് 7 മണിക്കും 7, 8, 9, 10, 11 എന്നീ വാർഡിലുള്ളവർക്ക് 8 മണിക്കുമായിരിക്കും ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. താൽക്കാലിക ഇടവക കമ്മിറ്റി 10:30 ഇന്ന് ആരാധനകൾക്ക് ശേഷം 10:30 ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം 11:30 ബിൽഡിംഗ് കമ്മിറ്റിയും ആലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് മൂന്നാമത്തെ ആരാധന കഴിഞ്ഞാലുടൻ സൺഡേ സ്കൂൾ, ശ്രീജന സഖ്യം, യുവജന സഖ്യം എന്നീ സംഘടനകളുടെ സെക്രട്ടറി, അക്കൗണ്ടന്റ്, ട്രഷറർ എന്നിവർ ഒരുമിച്ച് കൂടേണ്ടതാണ്. പ്രഭാത ആരാധനകളിലൊന്ന് സഭയുടെ യൂട്യൂബ് ചാനലിൽ വൈകുന്നേരം 5 മണിക്ക് ഉണ്ടായിരിക്കും. ഭവനങ്ങളിലിരുന്ന് ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ചാരുബെഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ ക്രമമായി നടന്നു വരുന്നു. അതിന്റെ പോളിഷിംഗ് പണികൾ ഈ നാളുകളിൽ നടത്തപ്പെടുന്നു. പ്രാർത്ഥനയോട് ഓർക്കുകയും വരും നാളുകൾ സഹകരിക്കുവാൻ ചെയ്യുവാൻ ഉറപ്പെടുത്തുകയും ചെയ്യുന്നു. 443 ഗീതം പാടി വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഗീതം 443.
പ്രാർത്ഥിക്കാം. വചന വഴിയിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തി, വചനം ഞങ്ങൾക്ക് ധൈര്യമായും വചനം ഞങ്ങൾക്ക് അഭയമായും വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. തിരുസുന്നതിയിൽ വചന ധ്യാനങ്ങൾക്കായി വിനയപ്പെടുന്നു. ആലോചനകളിൽ ദൈവകൃപ കൂടിയിരിക്കണമേ. അവിടുത്തെ ക്രൂശിൽ മറച്ചുകൊണ്ടാൽ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹവും ബഹുമാനവുമുള്ള അച്ഛൻ ഈ നാളുകളിൽ നൽകുന്ന പ്രാർത്ഥനകൾ, കുടുംബമായിട്ടുള്ള കരുതലുകൾ നന്ദിയോടെ ഞാൻ ഓർത്തുകൊള്ളുന്നു. ഒരു ആരാധനയിൽ കൂടെ പങ്കെടുക്കുവാൻ ദൈവം നൽകിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം. അല്പനിമിഷ ധ്യാനങ്ങൾക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള തിരുവചന വേദ ഭാഗങ്ങളിൽ നിന്നാണ്. കാര്യ വിചാരകത്വവും സുതാര്യതയും ഉത്തരവാദിത്വവും. ആ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ രാജ്യത്വം ലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിപ്പാൻ പോകുന്നതിന് മുന്നായി 10 പേരെ വിളിച്ച് 10 റാത്തൽ വെള്ളി കൊടുക്കുന്നു. മിന എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ പരിഭാഷയാണ് റാത്തലായും താലന്തായും വേദപുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതേ ഭാഗം തന്നെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നമ്മെ അവതരിപ്പിച്ച് കാണിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. താലന്തുകളുടെ ഉപമ പറഞ്ഞുകൊണ്ടാണ് ആ വേദഭാഗത്ത് സൂചിപ്പിക്കുന്നത്. ഒരുവന് 5, ഒരുവന് 2, ഒരുവന് 1 അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു എന്ന് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന താലന്തുകളുടെ ഉപമ മറ്റൊരു രീതിയിലാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കുലീനനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിപ്പാൻ പോകുന്ന വേളയിൽ 10 ദാസന്മാരെ വിളിച്ച് 10 റാത്തൽ വെള്ളി കൊടുത്ത് അവരോട് പറയുകയാണ് വ്യാപാരം ചെയ്യുവാൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത, വ്യക്തിപരമായി ഓരോരുത്തരും ദൈവത്തെ അറിയുവാനും വ്യക്തിപരമായ ബന്ധത്തിൽ ബലപ്പെടുവാനും സാധിക്കണം. കുറച്ചുകൂടെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ സഭയിൽ 100 പേരുണ്ട്. 100 പേരുടെയും കഴിവ് ഒന്നല്ല. എന്നാൽ 100 പേരും അവർക്ക് നൽകിയിരിക്കുന്ന കഴിവുകളിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അവരുടേതായ തലങ്ങളിൽ അവരുടേതായ രീതിയിൽ അവർക്ക് അഭിമാനവും പ്രശംസയും ലഭ്യമാക്കി തീർക്കുവാൻ ഇടയാകും. ഒരു ചിന്തകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഷേക്സ്പിയറിന് കച്ചവടക്കാരനാകാൻ സാധിച്ചില്ല. കച്ചവടക്കാരനായി പേരെടുത്ത പലർക്കും എഴുത്തുകാരനാകുവാനും സാധിച്ചിട്ടില്ല. എല്ലാവർക്കും അവരുടെ താലന്തുകൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, അവരവർ വിശ്വസ്തയോടുകൂടെ ബലപ്പെടുന്ന ഇടങ്ങളിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രത്യേകം അഭിമാനമാകുന്ന പരാമർശങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. വ്യക്തിപരമായ പ്രശംസ സാക്ഷ്യ ജീവിതം വഹിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധ്യമായി തീരണം. ഈ താലന്തുകൾ, ഈ റാത്തൽ നൽകിയിട്ട് യജമാനൻ പറയുകയാണ് വ്യാപാരം ചെയ്യുവാൻ. ലൂക്കോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യത്വം പ്രാപിക്കാൻ പോകുന്ന കുലീനനായ മനുഷ്യനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വിശ്വസ്തരായി തീരുക. വിഭവങ്ങളെ വിശ്വസ്തയോടെ പരമേൽപ്പിക്കുന്ന ദൈവസന്നിധിയിൽ വലുതും ചെറുതുമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഈ താലത്തിന്റെ, ഈ റാത്തലിന്റെ ഭാഗങ്ങളിൽ നേടിയെടുത്ത മേന്മയെ കുറിച്ചല്ല പറയുന്നത്. അവരെ പ്രശംസ അർഹിക്കുവാനിടയായി തീർന്നത് എത്രമാത്രം അവർ വിശ്വസ്തരായി തീരുന്നു എന്നാണ്. നേട്ടങ്ങളെക്കാൾ അവരുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ ഉപമയിലെ സാരാംശം. എത്ര വിശ്വസ്തരായിരുന്നു എന്നുള്ളതാണ് അവർക്ക് പ്രശംസ ലഭ്യമായി തീരുവാനും തുടർന്ന്
അവർക്ക് പട്ടണങ്ങളുടെ മേൽ അധികാരം നടത്തുന്നതിനുള്ള അനുവാദം ലഭ്യമായി തീരുന്നതിനും ഇടയായി തീർന്നത് സമയം, ധനം, കഴിവുകൾ ഇവ ഓരോരുത്തരും ലഭ്യമാകുന്ന താലന്തുകളാണ്. കുടുംബ ജീവിതം, വ്യക്തിപരമായ ബന്ധങ്ങൾ, സാമൂഹിക ചുറ്റുവട്ടങ്ങളിൽ നാം ഇടപഴകുന്ന മേഖലകൾ, ഇവിടങ്ങളിൽ എത്രമാത്രം വിശ്വസ്തത ഉള്ളവരായി ബലപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നു. ചെറുതും വലുതുമായ കാര്യങ്ങളിൽ വിശ്വസ്തത ഉള്ളവരായി തീരുമ്പോൾ ആ വിശ്വസ്തത ജീവിതത്തിന് അനുഗ്രഹമായി തീരും. ഈ ഉപമയിലെ പ്രത്യേകത, യജമാനന്റെ അസാന്നിധ്യത്തിലാണ് വിശ്വസ്തത പുലർത്തിയത്. അധ്യാപകരുടെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അധ്യാപകന്റെ സാന്നിധ്യത്തിൽ, ഗവൺമെന്റ് ഓഫീസിലായിരിക്കുന്ന സാധാരണ ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ വിശ്വസ്തത പുലർത്തുവാനും വർക്കിൽ ആത്മാർത്ഥത കാണിക്കുവാനും ആരും പ്രത്യേകം എടുത്തു പറയണ്ട. അവരുടെ അസാന്നിധ്യത്തിൽ എത്രമാത്രം വിശ്വസ്തത പുലർത്തുവാൻ സാധ്യമായി തീരും. നമ്മെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മെ അറിയാത്ത ഒരിടങ്ങളിലേക്ക് പോകുമ്പോൾ അവിശ്വസ്തതയല്ല, വിശ്വസ്തത എപ്പോഴും നിലനിർത്തണം എന്നാണ് പറയുന്നത്. ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നാം നേടിയെടുക്കുന്ന നേട്ടങ്ങളുടെ വലിപ്പങ്ങളെക്കാൾ ജീവിതത്തിൽ എത്ര അളവിൽ വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രഹസ്യത്തിലുള്ള ദൈവം ഇവയെല്ലാം കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ആശുപത്രിയിലെ പതിവ് സന്ദർശകനായ വൃദ്ധൻ പതിവിൽ വിപരീതമായി ആശുപത്രി ജീവനക്കാരോട് ബഹളം വയ്ക്കുകയാണ്. ബഹളം കേട്ട് ആ വൃദ്ധനെയും കുടുംബത്തെയും നന്നായി അറിയാവുന്ന ഒരു നേഴ്സ് വന്ന് കാര്യം തിരക്കുകയാണ്. എനിക്ക് 2 മണിക്ക് വീട്ടിലെത്തണം, അതുകൊണ്ട് എൻ്റെ കാര്യം എത്രയും വേഗം നടത്തി എന്നെ ഇവിടെ നിന്ന് പോകുവാൻ അനുവദിക്കണം. ആ സിസ്റ്റർ, ആ നേഴ്സ് പരിചയമുള്ള വൃദ്ധനായതുകൊണ്ട് വൃദ്ധനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഇത്രയും തിരക്ക് കൂട്ടുന്നത്? നല്ല തിരക്കുണ്ട്. ക്രമം തെറ്റിച്ച് അങ്ങേ കടത്തിവിട്ടാലും അതിവിടെ വലിയ പ്രശ്നത്തിന് ഇടയായിത്തീരും. എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രയും ബഹളം വയ്ക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, തീർച്ചയായും എന്ത് സംഭവിച്ചാലും 2 മണിക്ക് ഞാൻ തിരികെ ഭവനത്തിൽ വരും. അവളോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഈ നേഴ്സ് ചിരിച്ചതിനുള്ള കാര്യം ഇതാണ്, ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും കുടുംബത്തെയും നന്നായി ഈ നേഴ്സിനറിയാം. അപ്പച്ചൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മറവി രോഗം ഉള്ള സ്ത്രീയാണ്. ആ നേഴ്സ് ചിരിച്ച മുഖത്തോടുകൂടി അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ്റെ ഭാര്യയ്ക്ക് മറവി രോഗം ഉള്ളതല്ലേ? അപ്പച്ചൻ പറഞ്ഞ ഈ സമയം എങ്ങനെ ഓർത്തിരിക്കാനാണ്? അതുകൊണ്ട് അല്പം താമസിച്ചു പോയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പച്ചൻ അതിന് പറഞ്ഞ മറുപടി, മറവി അവൾക്കാണ്, വാക്കുകൊടുത്ത എനിക്കല്ല. ചെറുതും വലുതുമായ കാര്യങ്ങളിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എൻ്റെ ദൈവം കൂടില്ല എന്നോ മറ്റാരും വേണ്ടപ്പെട്ടവർ ഇല്ല എന്ന് പറഞ്ഞ് പലയിടങ്ങളിലും അവിശ്വസ്തതയ്ക്കുള്ള സമയം ഉണ്ടാകാം. എത്രമാത്രം വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കുന്നു? 10 റാത്തൽ ഏൽപ്പിച്ചിട്ട് യജമാനൻ പോയി. യജമാനന്റെ അസാന്നിധ്യത്തിൽ യജമാനൻ ചെയ്യുവാൻ ആഗ്രഹിച്ചത് ചെയ്യുവാൻ ദാസന്മാരോട് പറഞ്ഞിട്ട് പോയി. എവിടങ്ങളിൽ വിശ്വസ്തത കാത്തുപോകും? നേടുന്ന നേട്ടങ്ങളെക്കാളല്ല, വാരിക്കൂട്ടുന്ന ധനങ്ങളെക്കാളല്ല, സൗഹൃദ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാളേറെ ലഭ്യമായ നിലനിർത്തുന്ന ബന്ധങ്ങളിൽ, നേടുന്ന സമ്പാദിക്കുന്ന ധനങ്ങളിൽ എത്രമാത്രം വിശ്വസ്തത പുലർത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. കർത്താവ് കൃപയേകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, തിരുസന്നതയിൽ
പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ, ആരാധനയിൽ ബലപ്പെടുവാൻ അവിടുന്ന് കൃപ പകർന്നല്ലോ. ദൈവം ഞങ്ങളെ ഭരമേൽപ്പിക്കുന്ന കുടുംബ ജീവിതങ്ങളിൽ, വ്യക്തിപരമായ ബന്ധങ്ങളിൽ, ദൈവവുമായുള്ള ഉടമ്പടി ജീവിതത്തിൽ, ചെറുതും വലുതുമായ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ കൃപ പകരണമേ. ആരും ഞങ്ങളെ കാണുന്നില്ല എന്നോ ആരും ഞങ്ങളെ നോക്കുന്നില്ല എന്നോ വിചാരിക്കാതെ ദൈവം ഭരമേൽപ്പിക്കുന്നതിൽ വിശ്വസ്തരായി ബലപ്പെടുവാൻ കൃപ പകർന്നാലും തിരുസുന്നതയിൽ അർപ്പിച്ച ആരാധന അവിടുന്ന് പ്രസാദിച്ച് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. തുടർന്നുള്ള ആരാധനകളിലും ദൈവകൃപ കൂടെയിരിക്കണമേ. സമാധാനത്തോടെ മടങ്ങുന്നു അപ്പന്റെ കൃപാകടാക്ഷം കൂടെയിരിക്കണം. വരുന്നൊരാഴ്ചക്കാലം അനുഗ്രഹിച്ച് ബലപ്പെടുത്തിയാൽ കൃപയിൽ കാത്തുപോയി നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവ് രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ കൃപയും കരുതലും കാവലും പ്രിയമുള്ളവരെ നമ്മെല്ലാവരോടും വിശ്വാസ ജീവിതത്തോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.